മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ട പഞ്ചമഹായജ്ഞങ്ങളിൽ ഉൾപ്പെടുന്ന പിതൃയജ്ഞത്തിൻ്റെ സാക്ഷാത്കാരമാണ് ശ്രാദ്ധം. ശ്രദ്ധാപൂർവം പിതൃക്കൾക്കായി അർപ്പിക്കുന്ന ശ്രാദ്ധം മരിച്ച ബന്ധുമിത്രാദികളുടെ നക്ഷത്രമോ തിഥിയോ കണക്കിലെടുത്ത് ജലതർപ്പണവും അന്നദാനവും നടത്തി അവരുടെ ആത്മാക്കൾക്ക് പിതൃദേവതകളുടെ പ്രീതി ലഭിക്കാനാണ് ചെയ്യുന്നത്. മനുഷ്യരുടെ ഒരു വർഷം ഋതുക്കൾക്ക് ഒരു ദിവസമാണെന്ന ശാസ്ത്രീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആണ്ട് ശ്രാദ്ധം ആചരിക്കുന്നത്. ഇത് പണം കൊടുത്ത് തീർക്കുന്ന ചടങ്ങല്ല, മറിച്ച് പരമ്പരാഗതമായി പൂർവികർ അനുഷ്ഠിച്ചു വരുന്ന ധർമ്മം ആത്മാർത്ഥതയോടെ പാലിച്ച് വരും തലമുറയ്ക്ക് പകർന്നു കൊടുക്കുന്ന മഹത്തായ കർമ്മമാണ്. ഈ ധർമ്മ പാരമ്പര്യം തലമുറകളിൽ പിഴവുകളില്ലാതെ കാത്തുസൂക്ഷിച്ചു വരുന്ന ശിവമുഖത്തു നിന്ന് അവതരിച്ച പഞ്ചാചാര്യ കുലത്തിൽപ്പെട്ട ശ്രേഷ്ഠ കുടുംബമായ ശ്രീ ഗായത്രി മഠം, അതിൻ്റെ നേതൃത്വത്തിലുള്ള ശ്രീ ഗായത്രി മഠം നാസ്ട്രോ റിസർച്ച് സെൻറ്റർ മുഖേന ആണ്ട് ശ്രാദ്ധം, മറ്റ് മരണാനന്തര കർമ്മങ്ങൾ, ദോഷ പരിഹാര പൂജകൾ എന്നിവ വളരെ കുറഞ്ഞ ദക്ഷിണയിൽ ശാസ്ത്രവിധിപ്രകാരം നിർവഹിച്ചു നൽകി പിതൃപ്രീതിയും കുടുംബശാന്തിയും ഉറപ്പാക്കുന്നു. 400 വർഷങ്ങൾക്ക് മുമ്പ് തമിഴ്നാട്ടിലെ തൃച്ചെന്തൂരിൽ നിന്നും സുബ്രഹ്മണ്യസ്വാമിയുടെ ഉപാസകരായി ഹരിപ്പാട് എത്തിയ കുടുംബമാണ് ശ്രീ ഗായത്രി മഠം. അതിലേറെ വർഷങ്ങൾ പഴക്കമുള്ള താളിയോല ഗ്രന്ഥങ്ങളിൽ നിന്നും പൂർവീകരായി കൈമാറി വരുന്ന സമ്പ്രദായം അനുസരിച്ച് ശ്രീ ഗായത്രി മഠത്തിലെ പുരോഹിതർ പൂജാപരിഹാര കർമ്മങ്ങൾ ചെയ്യുന്നത്. പഞ്ചാചാര്യന്മാർ അഗസ്ത്യ മഹർഷിക്ക് ഉപദേശിച്ചു കൊടുത്ത അറിവുകൾ മഹത്സിദ്ധന്മാരിലൂടെ പകർന്നു നൽകി ലോകക്ഷേമാർത്ഥം ഇന്നും അന്യം നിന്നു പോകാതെ ശ്രീ ഗായത്രി മഠം സംരക്ഷിച്ചു പോരുന്നു.